LDF സർക്കാർ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണങ്ങളിലെല്ലാം അന്വേഷണം നടത്തുമെന്ന് നിയുക്ത മന്ത്രി VS സുനിൽകുമാർ. വിശദാംശങ്ങളുമായി CG ദിൽജിത്ത് ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. ദിൽജിത്ത്, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? സുരരാജ്, UDF സർക്കാരിനെതിരെ LDF കഴിഞ്ഞ 5 വർഷക്കാലം ആരോപിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അതിൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തും. പ്രത്യേകിച്ച് മെത്രാൻ കായൽ ഭൂമിദാനം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടക്കും. എന്നാൽ സർക്കാർ പ്രതിഫലമായുള്ള നടപടികൾ കൈക്കൊള്ളില്ല. LDF നിയമപരമായ നടപടികളിലൂടെ തന്നെ ഈ ഭൂമിദാനം ഉൾപ്പെടെയുള്ള UDF സർക്കാരിന്റെ നടപടികൾ പുനഃപരിശോധിക്കുന്നതിനൊപ്പം തങ്ങൾ മുമ്പ് ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ മാത്രമല്ല, അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നീതി നടപ്പാക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലയളവിൽ നടന്നിട്ടുള്ള എല്ലാത്തരം അഴിമതികളും അത്തരത്തിൽ ആ അഴിമതിപരമായ തീരുമാനങ്ങൾ റദ്ദാക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നിയുക്ത മന്ത്രിയായ VS സുനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ സർക്കാർ അതിനെ രാഷ്ട്രീയമായി കാണില്ല, പ്രത്യേകിച്ച് പ്രതികാരപരമായ ഒരു നടപടികളിലേക്ക് നീങ്ങില്ല എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരി, CG ദിൽജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് തൃശ്ശൂരിൽ നിന്നും. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4-നാണ് സത്യപ്രതിജ്ഞ. അതേസമയം സത്യപ്രതിജ്ഞാ വേദിയിലെ ഒരുക്കങ്ങൾ തകൃതിയാവുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളെല്ലാം തകൃതിയാവുകയാണ്. ഈ വേദിയിലാണ് മന്ത്രിമാരെല്ലാം തന്നെ സത്യവാചകം ഗവർണർ ചൊല്ലുന്നതനുസരിച്ച് ഏറ്റുചൊല്ലുക. 50,000-ലധികം പേർക്ക് ഇരുന്ന് സത്യപ്രതിജ്ഞ കാണാനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും വിധമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനോട് അടുത്തുള്ള ഭാഗമാണ് വേദി. ഇവിടെ 50,000 പേർക്ക് നേരിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനാകും. സദസ്സിന്റെ മുൻനിരയിൽ VVIPകൾക്കും VIP-കൾക്കുമുള്ള ഇരിപ്പിടമാണ്. മഴ സാധ്യത കണക്കിലെടുത്ത പ്രധാന വേദിയുടെ മുൻഭാഗത്തും ഗ്യാലറിയിലും പന്തലിടുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിക്കുന്ന എല്ലാ പേർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണാനായി വലിയ LED-കളും ക്ലോസ്ഡ് സർക്യൂട്ട് TVകളും സജ്ജീകരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തും. വൈകുന്നേരം 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ P സദാശിവം, മുഖ്യമന്ത്രിയായി പിണറായി വിജയനും മറ്റ് 18 മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർക്ക് ഗവർണർ രാജ്ഭവനിൽ സ്നേഹവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ഈ വിരുന്നിന് ശേഷം മന്ത്രിമാരെല്ലാം സെക്രട്ടേറിയറ്റിലെത്തി ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. തലസ്ഥാന നഗരത്തെ ആവേശത്തിലാക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനായിരിക്കും ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയം വേദിയാവുക. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരുമാൻ. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഇന്ന് പുന്നപ്ര രക്തസാക്ഷി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായാണ് പുന്നപ്രയിലും വയലാറിലും പുഷ്പാർച്ചന. ആലപ്പുഴയിലെത്തി KR ഗൗരിയമ്മയെയും ഇവർ സന്ദർശിക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം ഇന്ന് ചേരും. ഘടകകക്ഷികളുടെ സീറ്റുകളിൽ കോൺഗ്രസിന്റെ സഹകരണം സംബന്ധിച്ച് പരാതികൾ ഉയർന്നേക്കും. തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്താനാണ് സാധ്യത. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, മാണി എന്നിവർ ഒഴികെ എല്ലാ ഘടകകക്ഷികൾക്കും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കോൺഗ്രസ് സഹകരണം സംബന്ധിച്ച് എല്ലാ പാർട്ടികൾക്കും പരാതിയുമുണ്ട്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യ UDF ഉന്നതാധികാര സമിതി എന്ന നിലയിൽ ഏറെ നിർണായകമാണ് ഇന്നത്തെ യോഗം. തിരുവമ്പാടി, താനൂർ മണ്ഡലങ്ങളെക്കുറിച്ച് ലീഗും തിരുവല്ലയിലെ PJ കുര്യന്റെ നിലപാടിൽ മാണി വിഭാഗവും പരാതി ഉയർത്തിയേക്കും. JDU, RSP എന്നീ പാർട്ടികളും കോൺഗ്രസ് സഹകരണത്തിൽ തൃപ്തരല്ല. നിലമ്പൂരിലേതടക്കമുള്ള തോൽവി ഘടകകക്ഷികളുടെ സഹായമില്ലാത്തതുകൊണ്ടാണെന്ന ആക്ഷേപം കോൺഗ്രസ് നേതൃത്വവും ഉയർത്തിയേക്കും. എന്നാൽ വിശാലമായ ചർച്ചകളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ KPCC നിർവാഹക സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നെങ്കിലും വിശദമായ ചർച്ച പിന്നീട് നടത്താനാണ് തീരുമാനിച്ചത്. സമാനമായ രീതി UDF യോഗത്തിലും പിന്തുടരാനാണ് സാധ്യത. പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ രൂപീകരിക്കാൻ തീരുമാനിക്കുകയായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഘടകകക്ഷികളുടെ അഭിപ്രായവും യോഗത്തിൽ ആരാഞ്ഞേക്കും. വൈകിട്ട് 4 മണിക്ക് KPCC ആസ്ഥാനത്താണ് യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അസമിൽ സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി BJP മന്ത്രിസഭ അധികാരമേൽക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ എന്നിവരടക്കമുള്ള കേന്ദ്ര നേതാക്കളെത്തും. സർക്കാരിന്റെ രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കാൻ സോനോവാൾ ദില്ലിയിലെത്തി. മോദി, അമിത്ഷാ എന്നിവരുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിനെ ഇന്ന് CBI ചോദ്യം ചെയ്തേക്കും. MLA-മാരെ പണം കൊടുത്ത് വശത്താക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. നേരത്തെ CBIക്ക് മുൻപേ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഹരീഷ് റാവത്തിന് നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ഹാജരായില്ല. ഒളി ക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CBIയുടെ നോട്ടീസ്. പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് കൂട്ട സ്ഥലമാറ്റവും വഴിവിട്ട സ്ഥിര നിയമനത്തിനും നീക്കം നടക്കുന്നു. ഹയർ സെക്കൻഡറി വകുപ്പിൽ 20,000 ടീച്ചർമാരെ സ്ഥലം മാറ്റാനാണ് നീക്കം നടക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ട്രൈബ്യൂണൽ ഇടപെട്ട ലിസ്റ്റിൽ നിന്ന് സ്ഥലം മാറ്റാനാണ് നീക്കം. ന്യൂനപക്ഷ ഡയറക്ടർ P. നസീറിനെ ക്രമവിരുദ്ധമായി സർക്കാർ സർവീസിലേക്ക് നിയമിക്കാനുള്ള ഫയലിൽ വോട്ടെണ്ണലിന്റെ തലേന്ന് മുഖ്യമന്ത്രി ഒപ്പിട്ടു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കൂട്ട സ്ഥലം മാറ്റത്തിനായി ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നത്. 2000-ഓളം ഹയർ സെക്കൻഡറി അധ്യാപകരെ മാറ്റാനാണ് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ തീരുമാനം. സ്ഥലം മാറ്റത്തിനായി കോഴ വാങ്ങിയതായി ആക്ഷേപമുയർന്ന പട്ടികയിൽ നിന്ന് സ്ഥലം മാറ്റം നടത്താനാണ് ഹയർ സെക്കൻഡറി വകുപ്പിലെ ഉന്നതന്റെ തീരുമാനം. മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ലിസ്റ്റിൽ ഇടപെട്ടിരുന്നു. മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ലിസ്റ്റിൽ നിന്നും സ്ഥലം മാറ്റം നടത്തണമെന്ന് ഉത്തരവ് നിലനിൽക്കെയാണ് പുതിയ സർക്കാർ നിലവിൽ വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് കൂട്ട സ്ഥലമാറ്റം നടത്താൻ ഹയർ സെക്കൻഡറി ഡയറക്ടർ ഉത്തരവിറക്കിയത്. കോളേജ് അധ്യാപകനെ IAS പദവിയിൽ നിയമിക്കാനുള്ള നീക്കങ്ങളും സജീവമായി നടക്കുകയാണ്. ധനകാര്യ നിയമ സെക്രട്ടറിമാർ കടുത്ത എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്ന് വിവാദമായ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറുടെ പദവിയിലേക്ക് P. നസീറിനെ നിയമിക്കാൻ നേരത്തെ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഗവർണർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഗവർണർ ഫയൽ തിരിച്ചയച്ചു. ഇതേ തുടർന്ന് കഴിഞ്ഞ 16-ാം തീയതി P. നസീറിനെ കോളേജ് പ്രൊഫസറാക്കി സർക്കാർ തിരിച്ചയക്കുകയും ചെയ്തു. എന്നാൽ 2 ദിവസത്തിനു ശേഷം ഇയാളെ വീണ്ടും ന്യൂനപക്ഷ ഡയറക്ടറായി നിയമിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നു. ചീഫ് സെക്രട്ടറി പോലും ഫയൽ കാണാതെയാണ് വോട്ടെണ്ണലിന്റെ തലേന്ന് രാത്രി 10 മണിയോടെ മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ടത്. അധികാരം പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ധൃതി പിടിച്ചെടുത്ത തീരുമാനം അത്യന്തം ദുരൂഹമാണ്. ജീവൻകുമാർ, തിരുവനന്തപുരം. ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കാൻ സാധിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് ഫസൽ ഗഫൂർ. പിണറായിക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ജാതിമത വർഗ ചേരിതിരിവിനൊക്കെ അപ്പുറത്ത് വ്യത്യസ്തമായൊരു കേരളത്തെ സ്വപ്നം കാണുകയാണ് കേരളീയ ജനത. അതുകൊണ്ടുതന്നെ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രതീക്ഷകളും ഉണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ മതമൗലികവാദവും വളർന്നുവരുന്ന സാഹചര്യത്തിൽ അത് തടുക്കാൻ പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയൂ എന്ന വിശ്വാസമാണ് MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ പങ്കുവയ്ക്കുന്നത്. വളർന്നുവരുന്ന വർഗീയ ധ്രുവീകരണത്തെ തടുക്കുക എന്ന വലിയ ലക്ഷ്യമാണ് കേരളത്തിൽ പിണറായിക്ക് മുൻപിലുള്ളതെന്നും അദ്ദേഹം പറയുന്നു. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ മതമൗലികവാദം, ഇത് രണ്ടിനെയും എതിരായിട്ടുള്ള പോരാട്ടം നടത്തി അതിന് മുന്നിൽ നിന്ന് പറ്റിയിട്ടുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ. ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് സെമിനാറുകളും ഒരുപാട് സിമ്പോസിയങ്ങളും മറ്റുള്ള മക്കളൊക്കെ ഈ വർഗീയതയ്ക്കെതിരായിട്ട് നടത്തി. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിന് കഴിയും, അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഏറ്റവും മുഖ്യമായിട്ട്. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് വലിയ ആശ്വാസം പകരുന്നുവെന്നും MES പ്രസിഡന്റ് കൂടിയായ ഫസൽ ഗഫൂർ പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള വ്യക്തി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആരും ജാതി മതം അല്ലെ അങ്ങനത്തതൊന്നും തൊട്ട് തീണ്ടാത്ത ആളാണ്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ സാമ്പത്തികമായ ഏറ്റക്കുറിച്ചിൽ പോലും നോക്കാത്ത ആളാണ്. അഴിമതി ആരോപണങ്ങൾ, വിദ്യാഭ്യാസ രംഗം, വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം പുതിയ മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഹരി കിഷോർ ജില്ലാ പോലീസ് മേധാവിക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടും കൈരളി TV വാർത്താ സംഘത്തെ ആക്രമിച്ച പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തില്ല. ആക്രമണം നടന്നിട്ട് 10 ദിവസം പിന്നിട്ടിട്ടും പത്തനംതിട്ട പോലീസ് അക്രമികളെ സംരക്ഷിക്കുകയാണ്. കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണനും സംഘവുമായിരുന്നു കൈരളി TV റിപ്പോർട്ടർ ബിജേഷ് നടുവിലിനെയും ക്യാമറമാൻ വിനേഷ് നേതാജിയെയും ആക്രമിച്ചത്.
തെരഞ്ഞെടുപ്പിന് തലേദിവസം കൈരളി വാർത്താ സംഘത്തെ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചിട്ട് 10 ദിവസം പിന്നിട്ടിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. 15-ാം തീയതി നടന്ന അക്രമത്തിൽ നടപടി ഉണ്ടാകാത്തതിനാൽ 18-ാം തീയതി ജില്ലാ കളക്ടർ ഹരികിഷോറിന് വീണ്ടും പരാതി നൽകുകയും ഈ പരാതി കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് ഉടൻ നടപടിയെടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ച് നൽകുകയും ചെയ്തിരുന്നു. കളക്ടറുടെ ഈ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് അക്രമം നടന്നിട്ട് 10 ദിവസമായിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തലേദിവസം ശിവദാസൻ നായർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് അംഗം പണം നൽകുന്ന വാർത്ത ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു കോൺഗ്രസ് നേതാവ് MG കണ്ണനും സംഘവും കൈരളി TV വാർത്താ സംഘത്തെ ആക്രമിച്ചത്. ക്യാമറയും മൈക്കും തല്ലി തകർക്കുകയും വാഹനം കേടുപാട് വരുത്തുകയും ചെയ്തപ്പോഴും പത്തനംതിട്ട സബ് ഇൻസ്പെക്ടർ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും അക്രമം തടയാൻ കാര്യമായും ശ്രമിച്ചില്ല. കൈരളി വാർത്താ സംഘത്തെ ആക്രമിച്ച സംഘം ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഇസ്മായിൽ സാഹിബിനെയും ആക്രമിച്ചിരുന്നു. ഇതിലും പോലീസ് ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. 10 വർഷത്തിന് മേൽ പഴക്കമുള്ള 2000 CCക്ക് മുകളിലുള്ള ഡീസൽ എഞ്ചിനുകൾ ഒരു മാസത്തിനകം മാറ്റാൻ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ്. ഇന്നലെ പ്രവർത്തനം ആരംഭിച്ച കൊച്ചിയിലെ സർക്യൂട്ട് ബെഞ്ചിന്റേതാണ് താൽക്കാലിക ഉത്തരവ്. ഒരു മാസത്തിനകം വാഹനങ്ങൾ മാറ്റിയില്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടാനും പിഴ ഈടാക്കാനും ഉത്തരവിൽ പറയുന്നു. ദേശീയ ഹരിത ട്രൈബ്യൂണൽ അധ്യക്ഷൻ ജസ്റ്റിസ് സ്വതന്ത്രകുമാറിന്റേതാണ് ഉത്തരവ്. സംസ്ഥാനത്തിന് അനുവദിച്ച ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പ്രത്യേക സർക്യൂട്ട് ബെഞ്ച് പ്രവർത്തനം ആരംഭിച്ച ദിവസം തന്നെ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചാണ് വാർത്തകളിൽ നിറയുന്നത്. സംസ്ഥാനത്തെ വായുമലിനീകരണത്തിന് ഒരു അറുതി വരുത്തണമെന്ന ലോയേഴ്സ് എൻവയോൺമെന്റ് അവയർനെസ് ഫോറത്തിന്റെ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അധ്യക്ഷൻ ജസ്റ്റിസ് സ്വതന്ത്രകുമാറിന്റെ ഉത്തരവ്. 10 വർഷത്തിനുമേൽ പഴക്കമുള്ള 2000 CCക്ക് മുകളിലുള്ള ഡീസൽ എഞ്ചിനുകൾ ഒരു മാസത്തിനകം നിരത്തുകളിൽ നിന്ന് മാറ്റണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരവ് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടാനും 10,000 രൂപ പിഴ ഈടാക്കാനും സുപ്രധാന വിധിയിൽ പറയുന്നു. ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ശേഷം ജസ്റ്റിസ് സ്വതന്ത്രകുമാർ, വിദഗ്ധാംഗം BS സ്വാജൻ എന്നിവരടങ്ങിയ സർക്യൂട്ട് ബെഞ്ച് 14 കേസുകളാണ് പരിഗണിച്ചത്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കേസെന്ന നിലയ്ക്കാണ് ലോയേഴ്സ് എൻവയോൺമെന്റ് അവയർനെസ് ഫോറത്തിന്റെ പരാതിയിന്മേൽ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ വിധി പ്രായോഗികമാക്കാൻ നിലവിൽ കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സാധ്യമല്ല എന്ന അഭിപ്രായം വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഉത്തരവ് നടപ്പിലാക്കിയാൽ നിരത്തുകളിലുള്ള ഭൂരിഭാഗം പൊതു സ്വകാര്യ ബസ്സുകളും പിൻവലിക്കേണ്ടി വരും. ജനങ്ങളുടെ യാത്രയ്ക്ക് പുറമെ ചരക്കു നീക്കത്തെയും വിധി സാരമായി ബാധിക്കും. കേരളത്തിലെ സാഹചര്യങ്ങൾ പഠിച്ചു വേണമായിരുന്നു ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിക്കാൻ എന്ന ആരോപണമാണ് ഉത്തരവിനെ എതിർക്കുന്നവർ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ താൽക്കാലിക ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിനടക്കമുള്ള മേൽ നടപടികൾക്കും സാധ്യതകൾ ഏറുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ കുടുംബത്തിന് സഹായ വാഗ്ദാനവുമായി നടൻ ജയറാം തന്റെ പുതിയ ചിത്രമായ ആടുപുലിയാട്ടത്തിന്റെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗം ജിഷയുടെ കുടുംബത്തിന് നൽകുമെന്ന് ജയറാമും അണിയറ പ്രവർത്തകരും അറിയിച്ചു. ചിത്രത്തിന്റെ ഇന്നത്തെ ആദ്യ ഷോ ജനസേവയിലെ ശിശുഭവനിലെ കുട്ടികൾക്കൊപ്പമായിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കണ്ടത്. കുട്ടികൾക്കൊപ്പം ആഹ്ലാദം പങ്കിടുന്നതിനിടെയായിരുന്നു ജയറാം തീരുമാനം പ്രഖ്യാപിച്ചത്. ജിഷയുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്കാകും തുക നൽകുക. ഇതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം എൻ്റെ നാടായ എൻ്റെ പെരുമ്പാവൂരിലെ സഹോദരിയായ ജിഷയുടെ കുടുംബത്തിന് വേണ്ടി അവർക്കൊരു വസതിക്ക് വേണ്ടി ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു തുക ഇതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെക്കാമെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾ പറയുകയുണ്ടായിരുന്നു. ഇതിലും വലിയൊരു സന്തോഷം ഇന്ന് ഞങ്ങൾക്ക് വേറെയില്ല. സംവിധായകൻ കണ്ണൻ താമരംകുളം, അഭിനേതാക്കളായ ഷീലു എബ്രഹാം, രമേഷ് പിഷാരടി, ബേബി അക്ഷര, നിർമ്മാതാക്കളായ ഹസീബ് ഹനീഫ്, നൌഷാദ് ആലത്തൂർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.